നമസ്കാരം. വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. വൈറൽ വിദ്യയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്തം തുടങ്ങി, തിരുവോണമല്ലേ? ഒരു സദ്യ ആയാലോ? ഒരു നല്ല നാക്കിലെ അച്ചാറ് തൊട്ട് രസം വരെയുള്ള കറികളൊക്കെ കൂട്ടി ഒരു സദ്യ. ആഹാ, ഓർക്കുമ്പോൾ തന്നെ എന്താ ഒരു സുഖം. ഒരു ഇലയിൽ എല്ലാ കറികളും വെറൈറ്റി ടേസ്റ്റോടു കൂടി കുറച്ച് സമയമെങ്കിലും ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി ഇരിക്കുന്നില്ലേ? അതുപോലെയാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാര്യവും. വ്യത്യസ്ത അഭിരുചി, വ്യത്യസ്ത രൂപം, വ്യത്യസ്ത പാവം, വ്യത്യസ്ത വീക്ഷണകോണകങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അല്ലേ? ഒരു നല്ല നാക്കില, അത് ഉറപ്പോടുകൂടി. കാരണം അതാണല്ലോ നമ്മുടെ വീട്. കറികളുടെ എണ്ണം സമം അംഗങ്ങളുടെ എണ്ണം സമം അഭിപ്രായ വ്യത്യാസം എന്നൊരു ഇക്വേഷൻ കൂടി എഴുതി ചേർക്കണം. പപ്പടം എവിടെ വയ്ക്കണം, പഴം എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അച്ചാറ് വിളമ്പിയിട്ടേ കിച്ചടി വിളമ്പാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അച്ചാറിന് എണീറ്റ് ഓടിപ്പോവാൻ തോന്നും എന്ന് തുടങ്ങിയ അഭിപ്രായങ്ങൾ പോലെ ഇനി കല്യാണം ആയാലും മരണം ആയാലും മൃതദേഹം ഇങ്ങോട്ട് കിടത്തണം, തെക്കോട്ട് നോക്കിയിരുന്നാലേ കാലന് വന്ന് കൊണ്ടുപോകാനുള്ളൊരു മൂഡ് തോന്നുള്ളൂ, കല്യാണക്കായില്ലേ ഇത്രയൊക്കെ പഠിപ്പിച്ചാൽ മതി, ഇനി കെട്ടിക്കൊണ്ട് പോണവൻ പഠിപ്പിച്ചോളും തുടങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറില്ലേ? അതുപോലെ പണ്ടൊക്കെ അവസാന വാക്ക് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കാരണവരെ കയ്യിൽ നിക്ഷിപ്തമായിരുന്നെങ്കിൽ ഇപ്പം കാരണവരെ തളർത്തി കിടത്തിയിട്ടാണെങ്കിലും സന്തതി പരമ്പര അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്പർ 1 പപ്പടം. കുടുംബത്തിലെ മൂത്ത അമ്മാവൻ. ഇത്രയും ഈഗോ പിടിച്ചൊരു മനുഷ്യനെ കുടുംബത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണൂല. തൊട്ടാ പൊട്ടണ സ്വഭാവം. കാര്യം നടക്കുവോളം ടച്ചിങ് ഒന്നും ഇല്ലാതെ ഒരു മൂലയിൽ പിടിച്ചങ്ങ് ഇരുത്തിയേക്കണം. കാര്യം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ച് കൂട്ടി കുഴച്ചങ്ങ് അടിച്ചേക്കണം. പക്ഷേ പുള്ളിയെ കൊണ്ട് ഒറ്റയ്ക്കാവൂല. ചോറോ പരിപ്പോ പായസത്തിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ പുള്ളി പൊളിക്കും. അടുത്തത് അച്ചാറുകൾ. പറയാതെ വയ്യ, ഒഴിച്ചുകൂടാനാവാതെ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചയച്ച 3 നാത്തൂമാരാണ്. കെട്ടിച്ചയച്ചെന്ന് എടുത്തു പറയാനുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ വരുമ്പോൾ ഒമാതിരി പവർ കാണിക്കലാണ്. നാക്കിൻ്റെ തുമ്പിലോട്ടൊന്ന് എടുത്തു വെച്ച് നോക്കണം, അപ്പം അറിയാം ഇതുങ്ങളുടെ ഒറിജിനൽ സ്വഭാവം. കുടുംബത്തിലൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഇലയുടെ അറ്റത്ത് ആദ്യം വന്നിരിക്കും. ആരൊക്കെ വന്നു, എന്തൊക്കെ കൊണ്ടുവന്നു, വന്നവരെവിടെയൊക്കെ ഇരിക്കണം, അമ്മാതിരി തീരുമാനങ്ങളൊക്കെ ഇതുങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. അതിലും പുളിയിഞ്ചി, തെക്കോട്ട് ഇഞ്ചിക്കറി. നല്ല എരിവാണെങ്കിലും ആള് ഇച്ചിരി മധുരവും കൂടെ ഇടയ്ക്ക് തരാറുണ്ട്. പിന്നെ ആളുടെ ആകെ ഒരു ഗുണം ദഹനത്തിന് നല്ലതാണ്. ദഹിപ്പിച്ച് നമ്മളങ്ങ് ചാരമാക്കി അങ്ങ് കളയും. അടുത്തത് നാരങ്ങ അച്ചാർ. കുറച്ചിരുന്ന് മൂത്തിട്ട് കെട്ടിച്ചു വിട്ടതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുവിടാ, ഭരണിയിൽ ഇരുന്നിരുന്ന് വെണ്ണ പോലെ അലിഞ്ഞിരിക്കും. ഈ നാത്തൂൻ്റെ ആകെ ഒരു ഗുണം, ഈ നാത്തൂന് ആളും തരവില്ല, എല്ലാവരെയും ഒരുപോലെ കാണും, എല്ലാവർക്കും പണി കൊടുത്തിട്ടേ അടങ്ങുള്ളൂ. ഏറ്റവും ഉള്ളത് എൻ്റെ കുഞ്ഞു നാത്ത്, മാങ്ങ അച്ചാർ. തലേന്ന് കെട്ടിച്ചു വിട്ടത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, നല്ല പടപടാന്നിരിക്കും. കുടുംബത്തിലെ കുട്ടികൾക്കെല്ലാം ഇതിനോടായിരിക്കും ഇത്തിരി പ്രായം. ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ ഈ കുഞ്ഞു നാത്തൂനാണ് നല്ലത്. അച്ചാറ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചാടി വീണത് ഈ പച്ചടി കിച്ചടി ഐറ്റംസാണ്. അതും വെറൈറ്റി കളറിൽ വ്യത്യസ്തമായ കോമ്പിനേഷനോട് കൂടി. ബീട്രൂട്ട്, പൈനാപ്പിൾ, പാവയ്ക്ക, വെള്ളരിക്ക എല്ലാം കൂടെ ചേർന്ന് നല്ല കോമ്പിനേഷൻ. ഇത് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞമ്മമാരും കൊച്ചിച്ചന്മാരുമാണ്. ഇനി കുടുംബത്തിലെ ഇനി ഒരു കല്യാണം ആയാലും മരണം ആയാലും സ്വത്ത് ഭാഗം വയ്പ്പാണെങ്കിലും കൃത്യസമയത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൽ ഒരുങ്ങി വന്ന് നേരെ അച്ചാറിൻ്റെ അടുത്ത് പോയിരിക്കും. എങ്കിലല്ലേ കുടുംബത്തിലെ ബാക്കി കുണ്ടണി വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ പ്രിയദർശൻ സാറിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും കാണാനുള്ള ഗുമ്മേ ഉള്ളൂ, പ്രത്യേകിച്ച് ഗുണമൊന്നും. ഈ പളപളാ മിന്നണ കാഞ്ചീപുരം പട്ടുസാരികൾക്കിടയിൽ ഒരു കോട്ടൺ സാരി ഉടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? തോരൻ. അത് നമ്മുടെ കുടുംബത്തിലെ വല്യമ്മയാണ്. അവിയലും കിച്ചടിയും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്ക് 2 ചെവിയും പകുത്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്നുള്ള കുറ്റവും കേൾക്കും, ഇവിടെ നിന്നുള്ള കുറ്റവും കേൾക്കും. ഉള്ളു മുഴുവനും സ്നേഹമാണെങ്കിലും തേങ്ങ കൊണ്ട് നിറഞ്ഞിരിക്കും. പുള്ളിക്കാരിയെ ആവശ്യത്തിന് എടുക്കുന്നവരുമുണ്ട്, തൊട്ടുപോലും നോക്കാത്തവരും ഉണ്ട്. പരാതിയില്ല. പുള്ളിക്കാരിക്ക് കുടുംബത്തിലൊരു സ്ഥാനം വേണം, അത്രയേ ഉള്ളൂ. അവിയൽ. അവിയൽ എന്നാൽ അമ്മായിയമ്മ, പിന്നല്ലാതെ ആര്? ഇനി കുടുംബത്തിൽ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവരെയും കൂടെ ഒരു ചരുവത്തിലിട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് കുഴച്ചങ്ങോട്ടങ്ങ് വയ്ക്കും. ഇപ്പം അടി ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞുകൊണ്ട് പല ആംഗിളിൽ നിന്ന് പല ഷേപ്പിൽ പല കളറിൽ വന്നവരെയൊക്കെ പൊടി പോലും ഇല്ലേ കണ്ടുപിടിക്കാൻ. കുടുംബത്തിലൊരു അമ്മായിയമ്മ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറഞ്ഞ പോലെ ഇലയിൽ സദ്യക്ക് അവിയലില്ലെങ്കിൽ ഒരു പോതരവില്ല എന്ന്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഇലയുടെ നടുക്ക് വന്നങ്ങ് ചോറ് വീഴും. അതാര്? കുടുംബത്തിലെ റേഷൻ കാർഡിൻ്റെ ഓണറായ വീട്ടമ്മ. ചോറ് വന്ന് വീണുടനെ പരിപ്പ്, നെയ്യ്, കുടുംബത്തിലെ ചില്ലറ പൈസകൾ ചാടി അങ്ങ് വീഴും. കൂട്ടത്തിൽ മറ്റേ ഈഗോ പിടിച്ച കാരണം ഒരു പപ്പടവും കൂടെ ചേർന്ന് വരും.
പിന്നെ അമ്മായിയമ്മ വരും, കുഞ്ഞമ്മ വരും, വല്യമ്മ വരും, നാത്തും വരും. ഇത്രയൊക്കെ വെച്ച് കുഴക്കണോണ്ട് കുഴപ്പമില്ല. ഈ കുഴക്കണതൊക്കെ ഇതുങ്ങൾ തിന്നും, അങ്ങോട്ട് വാരി വലിച്ച് ആ കുടുംബത്തിന് അങ്ങ് വൃത്തികേടാക്കി അങ്ങ് ഇടും. ഇത് കണ്ട് വിഷമിച്ച് ചോറ് ഇരിക്കുമ്പോൾ ഉണ്ട് ദാ വരണ് ചുടുചുടാ സാമ്പാർ. ആര്? നമ്മളെ കെട്ടിയ. അവിയലും തോരനും കിച്ചടിയും അച്ചാറും ഒക്കെ പറഞ്ഞു കൊടുക്കണം നുണക്കഥകൾ അത്രയും കേട്ടിട്ട് നമ്മളെ മണ്ടയിലോട്ട്. പക്ഷേ ഈ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചോറിന് ഇത്രയും കോമ്പിനേഷനുള്ള ഒരു കറി വേറെ ഇല്ല എന്ന് സാമ്പാറിനറിയാം. അവിയൽ പറഞ്ഞു കൊടുക്കണം സ്ത്രീധന കണക്ക്, അച്ചാറ് കയറ്റി കൊടുക്കണം എരിവ്, കിച്ചടിയും പച്ചടിയൊക്കെ പറഞ്ഞു കൊടുക്കണം മാനിപ്പുലേഷൻ സ്റ്റോറിയൊക്കെ കേട്ടാലും സാമ്പാറിനറിയാം ഇവരൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ കാണുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ ചോറും സാമ്പാറും മാത്രമേ കാണുള്ളൂ. അല്ലേ? ഓല ഇലയിലെല്ലാം തീരാറാകുമ്പം സൈഡിൽ കൂടെ വന്നിട്ട് പോണ ഓലനെ പോലെയാണ് നമ്മുടെ അയൽക്കാർ. കുടുംബത്തിൽ എല്ലാവരും കൂടെ വന്ന് നിന്നാൽ പ്രത്യേകിച്ച് ഗുണോ ദോഷമൊന്നുമില്ല. സൈഡിൽ കൂടെ വന്ന് എല്ലാവരുടെ വിശേഷമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകും. കുടുംബത്തിൽ ആരൊക്കെ വന്നു, ഇനി ആരൊക്കെ വരാനുണ്ട്, മറ്റ് വരാത്തവർ എന്തൊക്കെയാണ് വരാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോയിട്ട് വേണം അടുത്ത കുടുംബശ്രീയിൽ അവർക്ക് ബോധിപ്പിക്കാൻ. അവസാനം പായസം. അമേരിക്കയിൽ നിന്ന് ലീവിന് വരുന്ന മൂത്ത അളിയ. വരവ് ആണ്ടിലും ആവണിയിലും ഒരിക്കൽ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർക്കെല്ലാം പ്രത്യേക സന്തോഷമായിരിക്കും. ഇനി അവിയലും തോരനും കിച്ചടിയും പച്ചടിയും അച്ചാറും പപ്പടമൊക്കെ തമ്മിൽ ഇനി എന്തൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും പായസം വന്ന് വീഴുമ്പോൾ എല്ലാവരും അതൊന്ന് നിർത്തിയിട്ട് പ്രത്യേകമായിട്ടൊന്ന് സന്തോഷിക്കും. അളിയൻ്റെ പെട്ടി പൊട്ടിച്ച് തീരണ വരെ മാത്രം. അളിയൻ്റെ ലീവ് ഒന്ന് നീണ്ടു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർക്കെല്ലാം മടുക്കും. അതുകൊണ്ട് ലീവ് കൂടുതൽ നീട്ടാതെ പെട്ടെന്ന് തിരിച്ചു പോയിട്ട് അടുത്ത കൊല്ലം പുതിയ പെട്ടിയായിട്ട് വന്ന അളിയന് നല്ലത്. ഇനി അളിയന്മാർ ലീവിന് വരുമ്പോൾ, അത് എല്ലാവരും ഇല്ല കേട്ടോ, ചില ജില്ലയിലെ അളിയന്മാർ ലീവിന് വരുമ്പോൾ കൂട്ടത്തിൽ ഒരു നോൺ വെജ് നാത്തൂനെയും കൂടെ കടത്തിക്കൊണ്ടുവരും. എന്നിട്ട് ഇലയുടെ ഒരറ്റത്ത് കൊണ്ടുവന്നങ്ങ് പ്രതിഷ്ഠിക്കും. ഏതാണ്ട് നമ്മുടെ സംസ്കാരത്തിനെയും രുചിയൊക്കെ പറ്റി നോക്കിക്കണ്ട് പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു മദാമയെ പോലെ ഒരാൾ. അവിയലിനും തോരനും കിച്ചടിയും പച്ചടിക്കും പപ്പടത്തിനൊന്നും ഈ വരവും ഇരിപ്പൊന്നും അത്ര പിടിച്ചില്ലെങ്കിലും വന്നത് അളിയൻ്റെ കൂടെ ആയതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റൂല. പിന്നെ കുടുംബത്തിലെ ചില്ലറ പൈസയ്ക്കും ആ കുഞ്ഞു നാത്തൂനും ആ ഐറ്റത്തിനോട് ഒരു പ്രത്യേക സ്നേഹമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു മദാമെ മാമീന്ന് വിളിച്ചൂടെ? ഇനി ആ സദ്യയുടെ ഫുൾ അറ്റൻഷൻ ആ ഒരു ഐറ്റം അങ്ങോട്ട് കൊണ്ടുപോകും. ഇനി എല്ലാം കഴിഞ്ഞാലും വീട്ടമ്മയായ ചോറിൻ്റെ പണി തീരോ? വീണ്ടും രംഗത്ത്. അവസാനം പണിയെടുത്ത് ഡൈവോഴ്സ് ആവുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി സഹോദരന്മാരായ പുളിശ്ശേരി, രസം, പച്ചമോര് എല്ലാം രംഗത്ത് വരും. ആ രസം എന്ന് പറയുന്ന കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സഹോദരനാണ്. കുറച്ച് എരിവും പുളിയൊക്കെ കുറച്ച് കൂടുതലാണ്. കളഞ്ഞിട്ട് വാടി, നമുക്കിന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്ന്. അപ്പം മൂത്ത സഹോദരനായ പച്ചമോര് വന്ന് വീണ്ടും സമാധാനിപ്പിക്കും. നീ ഇപ്പോൾ ഒന്നടങ്ങ്, പരിപ്പും നെയ്യൊക്കെ ഉള്ളതല്ലേ, നമുക്കെല്ലാം ഓക്കെ ആക്കാം. തൽക്കാലം രംഗം ശാന്തം. അടുത്ത സദ്യയുടെ സമയം വരെ മാത്രം. എന്നാലും പുതിയ നാക്കിലയും പുതിയ അടികളും വീണ്ടും തുടങ്ങും. ഇതിലൊന്നും ഉൾപ്പെടാതെ നാക്കിലയുടെ അറ്റത്ത് നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും ഉപ്പു മുത്തശ്ശി. എല്ലാ കറിയിലും ചേർത്തിട്ടുണ്ടാവും. എന്നാലും തൻ്റെ കുറവ് ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ചേർത്തോട്ടെ എന്നും കരുതും. മിക്കവരും അതിനെ മൈൻഡ് ചെയ്യാറില്ല. എന്നാലും പുള്ളിക്കാരി എല്ലാ കുടുംബത്തിലും ഉണ്ടാവും, എൻ്റെ ഓമന മുമ്മയെ പോലെ. ഇനി സദ്യയിലെ കറികളിൽ എരിവോ പുളിയോ ഉപ്പോ എന്തൊക്കെ തന്നെ കൂടിയാലും കുറഞ്ഞാലും അത് ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മുടെ സദ്യയാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. ഇനി എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെങ്കിലും അവർ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കുടുംബമാണ്. ഇനി ഈ സദ്യയിൽ പുറത്തുനിന്ന് ഇതിന് ചേരാത്ത ഒരു കറി വന്ന് ചേരാതെ നോക്കിയാൽ മാത്രം മതി. അതായത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം അടുക്കളയിൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു സദ്യയെ പോലെയാണ് നമ്മുടെ എല്ലാ കുടുംബ ബന്ധങ്ങളും. അല്ലേ? താങ്ക് യു.